നീ എന്തായി കാണിക്കുന്നത്? രണ്ടുപേരും താഴെ വീഴും. ടയറിൽ കാറ്റുണ്ടെങ്കിൽ നന്നായി ഓടിക്കാം സൈക്കിൾ. നമുക്കിപ്പോ തുടങ്ങാം നമ്മുടെ കളികൾ. അടികൈ. നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? ജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെയല്ലേ? ഈ പ്രാവശ്യം ഞാൻ തന്നെ ജയിക്കും. ശരി, വരൂ, ഞാൻ നിങ്ങൾക്ക് ഗെയിംസിന്റെ റൂൾസ് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റ് വരെ പോകേണ്ടതാണ്. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും ഓരോ തടസ്സങ്ങൾ ഉണ്ടാകും. വെള്ളത്തിന്റെ നടുക്കുള്ള പാറയിൽ കൂടെ നടന്നു പോകണം. ഇതിനകത്തുള്ള ഗുസ്തിക്കാരന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഇതിലൂടെ നടന്ന് അക്കരയ്ക്ക് പോകണം, വെള്ളത്തിൽ വീഴാതെ. കൂടാതെ നിങ്ങൾ ഈ പാലം കടക്കണം, എന്നാൽ താഴെ വീഴാനും പാടില്ല. ഈ കടമ്പകൾ കടന്നു വരുന്നവരായിരിക്കും വിജയികൾ. ഈ ടോഫി വാങ്ങാൻ വേണ്ടി നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടണോ? ടോഫി അല്ലടാ കഴുതേ, ട്രോഫിയാണ്. സംശയമുണ്ടോ? നന്ദു, നീയും മത്സരിക്കാൻ പോവുകയാണോ? നിനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്തനാക്കാത്ത ഏത് മത്സരമാണ് ഇവിടെ നടക്കുന്നത്? അല്ല, ഒരു കഴുത മത്സരിക്കുമ്പോ ഒരു ഭ്രാന്തൻ മത്സരിച്ചൂടെ? അപ്പൊ നീ എങ്ങനെയാണ് മത്സരിക്കുന്നത്? നീ കഴുതയായതുകൊണ്ടാണോ അതോ ഭ്രാന്തനായതുകൊണ്ടാണോ? അടിപൊളി മറുപടി തന്നെ. അവസാനം ജയിക്കാൻ പോകുന്നത് കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. അതെ, ഞാൻ ഇന്ന് കഴിച്ചിട്ട് വന്നത് പുട്ടും കടലയുമാണ്. എന്നാൽ ഈ മത്സരം അല്പം കടുപ്പമാണ്. അടികൈ. ഗെറ്റ് സെറ്റ് ഗോ. ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ വേണം ബോള്. ഇതിലിട്ടിരിക്കുന്നത് തെർമോകോള്. അടികൈ. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും, അതാണ് പഴഞ്ചൊല്ല്. ഇവനിപ്പോ കഴിക്കുന്നു നല്ല ചെളിമണ്ണ്. അടികൈ. ഇവിടെയാണെങ്കിൽ മുഴുവൻ കഥ കാണല്ലോ. ഈ കളിയുടെ സ്പെഷ്യാലിറ്റി അതാണ്. പുറത്ത് കടക്കാനുള്ള വാതിൽ നമ്മൾ കണ്ടുപിടിക്കണം. കിറ്റി, റൈറ്റിലേക്ക് പോ. നോ, ലെഫ്റ്റാ കിറ്റി. ലെഫ്റ്റ്. ഞാൻ സ്ട്രേറ്റ് ആയിട്ട് പോവാൻ പോവാണ്. എടാ, വേഗം ഓടിക്കോ. അവന്റെ കൈ കിട്ടിയാൽ നമ്മളെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും. ഞാൻ ഇവിടെ ഉണ്ട്, പിടിക്കേ പിടിക്കേ.
എടോ ഇങ്ങോട്ട് നോക്ക് ഇവിടെ. എന്നെ കളിയാക്കുവാണോ? നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എവിടെ പോയി? സാറേ എന്നെ ദയവായി വിട്ടേക്ക്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ പണി. മത്സരം വീറോടെ നടക്കുകയാണ്. എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടികൈ. നീ എന്തായി കാണിക്കുന്നത്? രണ്ടുപേരും താഴെ വീഴും. മണ്ട, നീ എന്നെയും കൂടെ ഔട്ടാക്കിയിരിക്കുക. കുങ്ഫു കളിച്ചപ്പോൾ കിട്ടി നല്ല ചവിട്ട്. ഹണി കാരണം കിട്ടിയും ഇപ്പോൾ ഔട്ട്. അടികൈ. ചെറുതാണെങ്കിൽ ഉണ്ണിയപ്പം, വലുതായാൽ അത് നെയ്യപ്പം. ഈ സ്റ്റേജ് ആണ് എല്ലാവർക്കും വളരെ കടുപ്പം. അടികൈ. എന്തൊക്കെയായാലും ശരി, ഈ തുരപ്പനെ ഞാൻ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കില്ല. ജയിക്കാൻ പോകുന്നത് കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. അതെ. എന്തുവാടേ? അയ്യോ ചേട്ടായി, എന്റെ അമ്മച്ചി. എടേ സൈസ് നോക്കി അറിയടേ. എടാ കർത്ത, നമ്മുടെ തുരപ്പൻ താഴേക്ക് വീണടാ. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. കിട്ടി, കിട്ടിപ്പോയി. കൊതുക് കടിച്ച് ആളുകൾ പനി വന്ന് മരിക്കുന്നു. ഈ വട്ടൻ നന്ദു ആവശ്യമില്ലാതെ ഔട്ടായിരിക്കുന്നു. അടികൈ. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ തന്നെ ജയിക്കുമെന്ന്. ഇനി ആരെ കൊണ്ടും സണ്ണിയെ തോൽപ്പിക്കാൻ കഴിയില്ല. സണ്ണി തന്നെയാണ് വിജയി. സണ്ണിയെ വിജയിക്കൂ. സണ്ണി തന്നെയായിരിക്കും എന്നും വിജയി.
മഴ നനഞ്ഞാൽ വരും ചെറിയൊരു പണി. ഈ മത്സരത്തിൽ ജയിച്ചു നമ്മുടെ ബണ്ണി. അടികൈ. ശബാഷ് ബണ്ണി. എന്താ പറ്റി സണ്ണി? ഇപ്രാവശ്യം ജയിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അപമാനം മുഴുവൻ കിട്ടിയത് നമ്മുടെ സണ്ണിക്ക്. ഈ പ്രാവശ്യം വിജയിക്കുള്ള കപ്പ് കിട്ടി നമ്മുടെ ബണ്ണിക്ക്. അടികൈ. ഓഹോ, ഞാൻ തോറ്റിരിക്കയല്ലേ? ഇനിയൊരു കപ്പ് വിലക്ക് വാങ്ങേണ്ടി തന്നെ. അതെ, ഒരു പക്ഷേ നീ ജയിച്ച് കപ്പ് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വാങ്ങിച്ചിരുന്നെങ്കിൽ അതിൽ ചായ ഒഴിച്ച് കുടിക്കാമായിരുന്നു. ഇനി വിലക്ക് വാങ്ങുന്ന കപ്പിൽ ചായ കുടിക്കാം. അതെ. എന്റെ അമ്മോ.